സിയോൺ ക്ലാസിക്സ് ടിവി ന്യൂസ് ടൈം. നമസ്കാരം, സിയോൺ ക്ലാസിക്സ് ടിവിയിലേക്ക് സ്വാഗതം. 325 ക്രൈസ്തവ ദേവാലയങ്ങൾ തങ്ങൾക്ക് നഷ്ടമായെന്ന് നൈജീരിയൻ ബിഷപ്പിന്റെ വെളിപ്പെടുത്തൽ. അബൂജ. അക്രമാസക്തമായ സംഘർഷങ്ങളും ക്രൈസ്തവ വിരുദ്ധ പീഡനങ്ങളും സൃഷ്ടിച്ച അടുത്ത വെല്ലുവിളികൾക്കിടെ 325 ക്രൈസ്തവ ദേവാലയങ്ങൾ തങ്ങൾക്ക് നഷ്ടപ്പെട്ടെന്ന് നൈജീരിയൻ ബിഷപ്പിന്റെ വെളിപ്പെടുത്തൽ. നൈജീരിയയിലെ വുകാരിയിലെ കത്തോലിക്ക രൂപാധ്യക്ഷൻ ബിഷപ്പ് മാർക്ക് മൈഗിഡയാണ് രാജ്യത്തെ ഡംബാര സ്റ്റേറ്റിലെ തെക്കൻ തരാബ മേഖലകളിൽ സംഭവിക്കുന്ന ദുരന്തങ്ങളെക്കുറിച്ച് വിവരിച്ചത്. കൊള്ളക്കാർ, ബൊക്കോ ഹറാം വിമതർ, തട്ടിക്കൊണ്ടുപോകുന്നവർ എന്നിവരും നടത്തുന്ന അക്രമങ്ങൾ പ്രാദേശിക കർഷകരെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ടെന്ന് ACA ആഫ്രിക്കയ്ക്ക് സെപ്റ്റംബർ 9 തിങ്കളാഴ്ച നൽകിയ അഭിമുഖത്തിൽ ബിഷപ്പ് മാർക്ക് മൈഗിഡ വെളിപ്പെടുത്തി. ക്രൈസ്തവ വിരുദ്ധ പീഡനങ്ങൾ ശക്തമായപ്പോൾ നൂറുകണക്കിന് പള്ളികൾ അടച്ചുപൂട്ടാൻ കാരണമായി. തീവ്രവാദികൾ നടത്തുന്ന ആക്രമണങ്ങൾ നിമിത്തം കർഷക സമൂഹങ്ങൾക്ക് പലായനം ചെയ്യേണ്ടി വന്നു. അതിന്റെ ഫലമായി ഏകദേശം 325 പള്ളികൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. നശിപ്പിച്ച മൊത്തം പള്ളികളുടെ എണ്ണം 328 വുകാരി കത്തോലിക്ക രൂപത ഉൾപ്പെടുന്ന 8-ൽ 4 തദ്ദേശ പ്രദേശങ്ങളിൽ 3 ഭാഗികമായും 325 പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടു. വുകാരി രൂപതയിലേക്ക് മടങ്ങി വരാനും സമാധാനം സംജാതമാകുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുകയാണെന്നും നൈജീരിയൻ ബിഷപ്പ് മാർക്ക് മൈഗിഡ പറഞ്ഞു. അമേരിക്ക ആസ്ഥാനമായ ഗവേഷണ ഏജൻസിയായ പ്യൂ റിസർച്ച് സെന്ററിന്റെ കണക്കുകൾ പ്രകാരം ആഫ്രിക്കയിലെ ഏറ്റവും അധികം ക്രൈസ്തവരുള്ളത് നൈജീരിയയിലാണ്. നൈജീരിയയിലെ തെക്കൻ മധ്യമേഖലയിലാണ് ക്രൈസ്തവർ തിങ്ങിപ്പാർക്കുന്നത്. ഇതേസമയം ഇസ്ലാമിക തീവ്രവാദികളുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിച്ചതോടെ ക്രൈസ്തവർ കനത്ത ഭീഷണിയാണ് നേരിടുന്നത്. ക്രൈസ്തവർക്ക് നേരെയുള്ള അതിക്രമങ്ങളും കൊലപാതകങ്ങളും പതിവ് സംഭവങ്ങളായി രാജ്യത്ത് മാറിയിരിക്കുകയാണ്. കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.